നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വ്യാപാര മാന്ദ്യം മൂലം അടച്ചുപൂട്ടിയ വ്യാപാര സ്ഥാപന ഉടമകൾക്ക് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആലപ്പുഴ ജുവൽ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുവള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഒളിമ്പിക് വാരാഘോഷങ്ങളുടെ ഭാഗമായി കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും എച്ച് സലാം MLA നൽകി. ആശുപത്രി ജീവനക്കാർക്കായി ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനം സംഘടിപ്പിച്ചു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സും ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. സാമൂഹിക പ്രതിബദ്ധതയും മാനവികതയും വളർത്താൻ രാഷ്ട്രതന്ത്ര പഠനം അനിവാര്യമാണെന്നും എല്ലാ മേഖലകളിലും രാഷ്ട്രതന്ത്ര പഠനം ഉൾപ്പെടുത്തണമെന്നും PP ചിത്തരഞ്ജൻ MLA ജില്ലാ പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. വാർത്തകൾ വിശദമായി. വ്യാപാര മാന്ദ്യം മൂലം അടച്ചുപൂട്ടിയ വ്യാപാര സ്ഥാപന ഉടമകൾക്ക് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആലപ്പുഴ ജുവൽ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുവള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാര മാന്ദ്യം മൂലം അടച്ചുപൂട്ടിയ വ്യാപാര സ്ഥാപന ഉടമകൾക്ക് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആലപ്പുഴ മുല്ലക്കൽ ജുവൽ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കൊടുവള്ളി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പ്രയാസങ്ങൾ HVD വരുന്നുണ്ട്, GST സംബന്ധമായ വിഷയങ്ങൾ വരുന്നുണ്ട്, മുനിസിപ്പൽ ടാക്സ് വരുന്നുണ്ട്, പോലീസ് റിക്കവറി നമുക്ക് വരുന്നുണ്ട്, ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ കേസുകൾ വരുന്നത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ലീഗൽ മെട്രോളജിന്റെ തന്നെ ഇതിനൊക്കെ പുറത്താണ് ഹരിത നികുതി എന്ന് പറയുന്നത്. ഹരിത നികുതി എന്ന് പറയുന്നത് നമ്മുടെ കടയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി സർക്കാർ കുടുംബശ്രീ മുഖേന ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ പച്ചക്കറി കടക്കാരനും സ്റ്റേഷനറി കടക്കാരനും ബാക്കിയുള്ള പലവ്യഞ്ജന കടക്കാരനും ഒക്കെ ഒരു പക്ഷേ അതിന് മാത്രമുള്ള വേസ്റ്റുകൾ ഉണ്ടായേക്കാം. നമ്മൾ സ്വർണ്ണ കച്ചവടക്കാരെ സംബന്ധിച്ചോളം എന്താണ്, നമ്മളെ എല്ലാവരും പുറത്തേക്ക് അടിച്ചു കളയുമ്പോൾ നമ്മൾ അകത്തേക്കാണ് അടിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയ അശാസ്ത്രീയമായ നടപടികളാണ് വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാപാര ക്ഷേമനിധിയിലേക്ക് പണമടച്ചവർക്ക് കഴിഞ്ഞ 6 മാസമായി പെൻഷൻ പോലും വിതരണം ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര മുഖ്യാതിഥിയായി. അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി വർഗീസ് വല്യാക്കൻ, സെക്രട്ടറിമാരായ എബി തോമസ്, K നാസർ, വേണു കുപ്പാറ, AHM ഹുസൈൻ, MP ഗുരുദയാൽ, M മുരുകേഷ് ചെങ്ങന്നൂർ, ബാലൻ പുളിമുട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അസോസിയേഷനിലെ അംഗങ്ങളുടെ മക്കളെ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കൊടുവള്ളിയും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്രയും ചേർന്ന് ആദരിച്ചു. ഒളിമ്പിക് വാരാഘോഷങ്ങളുടെ ഭാഗമായി കായിക മത്സരങ്ങൾ നടത്തി. മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം അമ്പലപ്പുഴ MLA എച്ച് സലാം നിർവഹിച്ചു. ഒളിമ്പിക് വാരാഘോഷങ്ങളുടെ ഭാഗമായി കായിക മത്സരങ്ങൾ നടത്തി. മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം അമ്പലപ്പുഴ MLA എച്ച് സലാം നിർവഹിച്ചു. ഏറ്റവും മികച്ച നിലയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നിശ്ചയമായിട്ടും കഴിയുന്നുണ്ട്. അതിൽ ഹോക്കി അസോസിയേഷൻ ഏറ്റവും ശക്തമായിട്ട് നമ്മുടെ ജില്ലയിൽ പോയിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ. ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി CT സോജി ചടങ്ങിൽ അധ്യക്ഷനായി. ഹോക്കി അസോസിയേഷൻ സെക്രട്ടറി വർഗീസ്, ഭാരവാഹികളായ സുനിൽ ജോർജ്, ഹീരാലാൽ, സന്ദീപ്, മുഹമ്മദ് ബിലാൽ, ലോയിഡ് ആൻഡ്രൂസ്, നീതു തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിച്ചു. ജില്ലാതല ഹോക്കി മത്സരത്തിൽ 16 പുരുഷ വനിതാ ടീമുകളാണ് പങ്കെടുത്തത്. വിജയികൾക്ക് എച്ച് സലാം MLA സമ്മാനങ്ങളും വിതരണം ചെയ്തു. ആശുപത്രി ജീവനക്കാർക്കായി ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനം നടത്തി. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സും ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സും ജനറൽ ആശുപത്രി ആലപ്പുഴയും സംയുക്തമായി ജീവനക്കാർക്ക് വേണ്ടി ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനം സംഘടിപ്പിച്ചു. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സന്ധ്യ R പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അനിൽ വിൻസെന്റ്, ഡോക്ടർ സംഗീത ജോസഫ് എന്നിവർ വിഷയത്തെ അധികരിച്ച് ക്ലാസ് നയിച്ചു. RMO ഡോക്ടർ M ആശ,
ഡോക്ടർ PA അനുജ തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹിക പ്രതിബദ്ധതയും മാനവികതയും വളർത്താൻ രാഷ്ട്രതന്ത്ര പഠനം അനിവാര്യമാണെന്നും എല്ലാ മേഖലകളിലും രാഷ്ട്രതന്ത്ര പഠനം ഉൾപ്പെടുത്തണമെന്നും PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. ജില്ലാ പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക പ്രതിബദ്ധതയും മാനവികതയും വളർത്താൻ രാഷ്ട്രതന്ത്ര പഠനം അനിവാര്യമാണെന്നും എല്ലാ മേഖലകളിലും രാഷ്ട്രതന്ത്ര പഠന വിഷയങ്ങൾ ഉൾപ്പെടുത്തണമെന്നും PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. ജില്ലാ പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസോസിയേഷൻ പ്രസിഡന്റ് NG രതീഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷൈനി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. KV മനോജ്, അജി S നായർ, KG പ്രകാശ്, KV വസന്തരാജ്, P തുളസീധരൻ, PU ഫൈസൽ, പ്രദീപ് കുമാർ, E താജുദ്ദീൻ, തോമസ്, രാധാകൃഷ്ണൻ, ജോസ് കുര്യൻ, V ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ നഗരസഭ വലിയമരം വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ആദരവ് 2024 മെറിറ്റ് അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ നസീർ പുന്നക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ആലപ്പുഴ സൗത്ത് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബേർലി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ സമൂഹത്തിൽ നന്മമരങ്ങളായി വളർന്നു വരേണ്ടവരാണെന്ന് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ അഭിപ്രായപ്പെട്ടു. വലിയമരം വാർഡ് കൗൺസിലർ നസീർ പുന്നക്കലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആദരവ് 2024 മെറിറ്റ് അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങിലും അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയമരം ഹാരിസ് ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങ് സൗത്ത് പോലീസ് സബ് ഇൻസ്പെക്ടർ ബേർലി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലത്ത് കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എത്ര ശ്രമിച്ചാലും കുട്ടികളും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളും വളരെ പിന്നിലേക്കാണ് പോകുന്നത്. കാരണം ഞങ്ങളുടെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് അതുപോലെ തന്നെയാണ് എല്ലായിടത്തും കാണുന്നത്. ഇന്നത്തെ കാലത്ത് ഞാൻ നമ്മുടെ സ്റ്റേഷനിൽ വരുന്ന ഓരോ ആൾക്കാരോടും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പരാതിയായിട്ട് വരുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഓട്ടോ ഓടുന്നതിന് പോലും PCC സർട്ടിഫിക്കറ്റ് വേണ്ട ഒരു കാലഘട്ടം. അതേപോലെ തന്നെ അവിടുത്തെ ക്ലീനിങ്ങിനും. അപ്പൊ അത്രയും നിലയിലേക്ക് വന്നിരിക്കുകയാണ് ഇന്നത്തെ ലോകത്തിലെ പ്രവർത്തന രീതികൾ. അപ്പം നഗരസഭാ കൗൺസിലർ B അജേഷ്, ആൽഫ അക്കാദമി ആൻഡ് ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ ഡയറക്ടർ ജിൻസി റോജസ്, അനിൽ തിരുവമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. ADS സെക്രട്ടറി ഹേമ സിന്ധു സ്വാഗതവും ADS ഗവേണിംഗ് ബോഡി അംഗം രാജലക്ഷ്മി നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് വിവിധ മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. കൂടാതെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും LKG മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണവും ചടങ്ങിൽ വിതരണം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാപാര മാന്ദ്യം മൂലം അടച്ചുപൂട്ടിയ വ്യാപാര സ്ഥാപന ഉടമകൾക്ക് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആലപ്പുഴ ജുവൽ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുവള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഒളിമ്പിക് വാരാഘോഷങ്ങളുടെ ഭാഗമായി കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം H സലാം MLA നിർവഹിച്ചു. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും H സലാം MLA നൽകി. ആശുപത്രി ജീവനക്കാർക്കായി ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനം സംഘടിപ്പിച്ചു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സും ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. സാമൂഹിക പ്രതിബദ്ധതയും മാനവികതയും വളർത്താൻ രാഷ്ട്രതന്ത്ര പഠനം അനിവാര്യമാണെന്നും എല്ലാ മേഖലകളിലും രാഷ്ട്രതന്ത്ര പഠനം ഉൾപ്പെടുത്തണമെന്നും PP ചിത്തരഞ്ജൻ MLA ജില്ലാ പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.